സുവിശേഷം 7-ാം അധ്യായം 2-ാം വാക്യം. അവിടെ ഒരു ശതാധിപന്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു. അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു. ഒരു ശതാധിപന്റെ വീട്ടിൽ പതിവില്ലാതെ ജോലിക്കാരുടെ എണ്ണം വർദ്ധിച്ചു. ചുറ്റുപാടുകളും എല്ലാം പതിവിലും വിപരീതമായി വൃത്തിയാക്കുന്നു. ദുശീലങ്ങളും അവയോടനുബന്ധിച്ച ലക്ഷണങ്ങളും മാറ്റുന്നു. അപ്പോഴാണ് യഹൂദ പ്രമാണികൾ വന്നു പറയുന്നു, ഗുരു വരും എന്ന സന്തോഷ വാർത്ത. ശതാധിപൻ അറിയുന്നത്, കേട്ടറിഞ്ഞ ക്രിസ്തു തൻ്റെ വീട്ടിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ സഹസേവകന്മാരോട് പലതും കൽപ്പിക്കുന്നു. എല്ലാവരും അതനുസരിക്കുന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്ന് കരുതുമ്പോൾ ഏറ്റവും ഒരുക്കം വേണ്ടത് താനാണെന്ന ബോധ്യം. ശതാധിപൻ തൻ്റെ വേണ്ടപ്പെട്ട സ്നേഹിതരെ അയച്ചുകൊണ്ട് പറയുകയാണ്, കർത്താവേ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട, അങ്ങൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. ശതാധിപൻ ചെയ്ത കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവൻ യോഗ്യനാണ്. യഹൂദരുടെ നിർബന്ധത്തിന് വഴങ്ങി യേശു വരുന്നത്. എന്നാൽ ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. തൻ്റെ പ്രിയങ്കരന് വേണ്ടി നിലകൊണ്ടപ്പോൾ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ക്രിസ്തു. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി. ആമേൻ.